അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഹലാലും ഹറാമുമായി ബന്ധപ്പെട്ട ഒരു അല്പകാര്യം. പലപ്പോഴും സമൂഹത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ വിഷയത്തിൽ. ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പോസ്റ്റുകൾ ഇടുന്നവരും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവരൊക്കെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ടും ചില കുപ്രചാരണങ്ങൾ നടത്തുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഹലാൽ, എന്താണ് ഹറാം? ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനിക്കപ്പെട്ടത്, അനുവദനീയമായത്. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായത്, പാടില്ലാത്തത്, നിരോധിക്കേണ്ടത്, ഉപയോഗിക്കാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ള അർത്ഥത്തിൽ പാടില്ലാത്തത്, നിരോധിച്ചത്, മതം നിരോധിച്ചത് എന്ന അർത്ഥത്തിൽ, അനുവദനീയമല്ലാത്തത്, അങ്ങനെയുള്ള പദപ്രയോഗമാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കാനോ അങ്ങനെയൊന്നുമല്ല. മറിച്ച് നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ നമ്മൾ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചുറ്റുവട്ടം. നമ്മുടെ അയൽപക്കത്ത് ക്രൈസ്തവരുണ്ടാകും, ഹൈന്ദവരുണ്ടാകും. അവിടെയൊക്കെ നമ്മൾ പോകാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിട്ട് അഥവാ അവർ നമുക്കറിയാം ഓണത്തിനും ഇതിനൊക്കെ നല്ല വെജിറ്റബിൾ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ചിക്കൻ വളമ്പ് നേരത്തേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ അവരോട് ചോദിക്കും, ഇതെങ്ങനെ നമുക്ക് പറ്റിയത് തന്നെയാണോ? ഞാൻ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ രതീഷിൻ്റെ ബാബുവിൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കും, നമുക്ക് പിന്നെ നിങ്ങൾ ചിലവിടുന്നല്ലോ വാങ്ങി അർത്ഥമാണത്, കഴിഞ്ഞു, അത് അനുവദനീയമായി, അത് അർത്ഥതാണ്. നമുക്കറിയാം നമ്മുടെ കടകളിൽ നമ്മുടെ മുസ്ലിം നാമധാരികളായ മുസ്ലിമായ ആളുകൾ അറുക്കുന്ന വിൽക്കുന്ന പീടികകളിൽ കോഴിയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ആടാണെങ്കിലും ആടാണെങ്കിലും പോത്താണെങ്കിലും ഒക്കെ നമ്മുടെ നാടുകളിൽ, ഞാൻ ഗൾഫിലായതുകൊണ്ടാണ്, പോത്താണെങ്കിലൊക്കെ അറുത്തിട്ടാണ് ബിസ്മില്ല ചൊല്ലി അറുക്കുക. അത് നോക്കൂ, ഒരു ബിസ്മില്ലയുടെ പ്രാധാന്യം നോക്കൂ നിങ്ങൾ. ഇവിടെ ഒരു ഭക്ഷണം, ഒരു ആട്, ഒരു കോഴി, ഒരു പോത്ത് അനുവദനീയമാകുന്നത് അതിനെ അറുക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറയുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അത് പറഞ്ഞിട്ടാണ് ഒരാൾ അർത്ഥമെങ്കിൽ അത് അനുവദനീയമാണ്, അത് അനുവദനീയമാണ്, ഹലാലാണ്. ഇനി ഒരാൾ കൊന്നതാണ്, തച്ചിട്ട് കൊന്നതാണ്, അല്ലെങ്കിൽ ചങ്കുടിച്ച് തിരുമ്പിയതാണെങ്കിൽ അത് കഴിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഏതൊരു സാധാരണക്കാരൻ. എന്തുകൊണ്ട് നിഷിദ്ധായി? അത് അർത്ഥതല്ല, കൊന്നതാണ്. നേരെ മറിച്ച് മത്സ്യങ്ങൾ, അപ്പോൾ ചില ആളുകൾ ചോദിക്കും, മത്സ്യത്തിന് എന്താ അറക്കുന്നുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. ഇല്ല, മത്സ്യത്തിന് അറക്കേണ്ട. പ്രവാചകൻ പറഞ്ഞു, കടലിലുള്ളത് മത്സ്യങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ്, അത് ശവമല്ല. നേരെ മറിച്ച് ഇവിടെ എന്തെങ്കിലും പക്ഷിയാകട്ടെ, കോഴിയാകട്ടെ, ചത്തതും, ആടാകട്ടെ ചത്തതും, അത് തച്ച് കൊന്നതും അടിച്ചു കൊന്നതും, പിന്നെ ഒരാൾ അർത്ഥ തന്നെയാണ്, പക്ഷേ ഓന് ഹൈന്ദവനോ ക്രൈസ്തവനോ ആണ്, പക്ഷേ ബിസ്മില്ല ചൊല്ലാത്ത. പണ്ടത്തെ ക്രൈസ്തവരുടെ ഇത് അനുവദനീയമാണെന്ന് ചിലപ്പോൾ നമുക്ക് ജമിനിയിലൊക്കെ ചോദിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ പഴയ കാലത്ത് അവരും അള്ളാഹുവിൻ്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് അറക്കുകയായിരുന്നു. ഇന്നത്തെ പോലെ അങ്ങനെയല്ല. ഇന്ന് വ്യത്യാസമുണ്ട് ചില ക്രൈസ്തവർക്കിടയിൽ, ഹൈന്ദവർക്കിടയിലൊക്കെ. പക്ഷേ പലപ്പോഴും പണ്ടൊക്കെ അങ്ങനെ അറക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ശാസ്ത്രീയമായി പരിശോധിച്ചാൽ പോലും ഈ അടുത്ത കാലത്ത് സൂര്യ ടി വി ആണെന്ന് എനിക്ക് തോന്നുന്നു, അതിലൊരു ഡോക്ടർ വന്നിട്ടുണ്ട്, പറയുകയുണ്ടായി, ഒരു വലിയ ഡോക്ടറൊക്കെ പറയുകയുണ്ടായി, അത് അറുക്കുമ്പോഴാണ്, അത് ശരിക്ക് അറുത്തിട്ട് അതായത് കുരവള്ളി എന്നല്ല, അത് പൊട്ടണം. അത് പൊട്ടിയിട്ട് അങ്ങനെ അറുത്തപ്പോഴാണ് അത് ശരിക്കും അതിൻ്റെ മോശമായ ബ്ലഡുകൾ പുറത്തേക്ക് പോകുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഭയങ്കരമായ പഠനം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഇൻ്റർനെറ്റും ഗൂഗിളും ജെമിനിയും എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് സെർച്ച് ചെയ്യാനും പഠിച്ചു നോക്കുക. അപ്പോൾ ശാസ്ത്രീയമായി തന്നെ അവർ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ പൂർണ്ണമായി തല ഛേദിക്കാൻ പാടില്ല. കോയിൻ്റെ കഥയാണ് പറയുന്നത്. കോയിൻ്റെയും ആടിനെ തെറ്റിദ്ധരിച്ച് പോകരുത്. കോയിൻ്റെ ആടിൻ്റെ ഒക്കെ ആണെങ്കിൽ, പോത്തിനൊക്കെ ആണെങ്കിൽ പൂർണ്ണമായി ഇറക്കാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഈ കുരവള്ളി നമ്മൾ പറയില്ല, തണ്ടനാണി എന്നൊക്കെ പറയില്ല, നമ്മളെ കൈത്തിൻ്റെ തണ്ടനാണി, അതുപോലത്തെ ഈ കുരവള്ളി പോലത്തെ സാധനമുണ്ട്, അത് പൊട്ടിയും വേണം. അങ്ങനെയുള്ള രീതിയിൽ അറക്കണമെന്നാണ് അതിൻ്റെ നിയമങ്ങൾ. അതുപോലെ ഈ വശത്തുള്ള നിയമങ്ങൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. ഒരാൾ പശുവിനെ കറക്കാൻ പോകുകയാണ്, എന്താ നിയമം എന്നറിയോ? അവൻ്റെ നഖം വൃത്തിയായി മുറിച്ചിരിക്കണം. അതിനോട് അകിട് വൃത്തിയാക്കാനുണ്ട് പാലാദ്യം കറക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആ നഖം കൊള്ളിച്ച് അതിന് വേദന ഉണ്ടാക്കരുതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഫിഖിൻ്റെ മസാലകൾ വായിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകും ഇസ്ലാമിൻ്റെ ഓരോ ഇത്. അതുപോലെ അറക്കുന്ന സമയത്ത് പോലും അതിനോട് നീതി പാലിക്കാൻ പറഞ്ഞു. കത്തി നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം അറക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ? അതുപോലെ മൃഗത്തിൻ്റെ അടുത്ത് പോയി മൂർച്ച കിട്ടാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞു, മൃഗത്തിൻ്റെ അടുത്ത് പോയി കത്തിനെ മൂർച്ച കിട്ടാൻ പാടില്ല. ഒരു മൃഗത്തിൻ്റെ അടുത്ത് വന്നിട്ട് മറ്റൊരു മൃഗത്തെ അറുക്കുക, ഒരു മൃഗം നോക്കി നിൽക്കുക. ഇപ്പോൾ നമ്മൾ കടയിൽ അധികമാണല്ലോ അങ്ങനെയല്ല കാണാൻ പാടില്ല, അത് അനുവദനീയമല്ല. ഹറാമാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പാടില്ലാത്തതാണ്. ഒരു മൃഗത്തിൻ്റെ അടുത്ത് വെച്ച് മറ്റൊരു മൃഗത്തെ അറക്കാതിരിക്കുക, അത് അതിനോട് കാണിക്കുന്ന ദയാണ്, കരുണയാണ്. ഇസ്ലാം ഭയങ്കരമാണ്. നോക്ക്, ഇസ്ലാം ഒരു മൃഗത്തിനെ അറുക്കുന്നിടത്ത് പോലും കാണിച്ച നിയമങ്ങൾ പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. പശുവിനെ കറക്കാൻ മുമ്പ് നിങ്ങൾ നഖം മുറിക്കണം, നഖം വളർത്താൻ പാടില്ല, സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും. അതിൻ്റെ അകിട് വൃത്തിയാക്കുമ്പോൾ അതിന് വേദന ഉണ്ടാകാൻ പാടില്ല. അത്രക്കും നിയമങ്ങളുണ്ട് അങ്ങനെ ഓരോ കാര്യത്തിലും. ഇനി ഹറാം, എന്താണ് ഹറാം? ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പന്നി മാംസം ഹറാമാണ് നമുക്കറിയാം പലപ്പോഴും.
പന്നിമാംസം ഹറാമാണ്, അങ്ങനെ മദ്യം ഹറാമാണ്, പലിശ ഹറാമാണ്, അങ്ങനെ പല പല കാര്യങ്ങളും അങ്ങനെ ഹറാമാക്കിയിട്ടുണ്ട്. ഇതവർക്ക് പോലും ക്രൈസ്തവർക്ക് പോലും അറിയാം. ഇനി ഒരാൾ നല്ല അർത്ഥ ഭക്ഷണം തന്നെ വാങ്ങുകയാണെന്ന് വെക്കാം, നല്ല അർത്ഥ ഭക്ഷണമാണ്, നല്ല നമ്മളെ നമുക്ക് ബാൽച്ചാര പീടിയെന്നോ അല്ലെങ്കിൽ നമ്മളെ സ്നാച്ചാര പീടിയെന്നോ വാങ്ങുകയാണ്, നല്ല അർത്ഥ ഭക്ഷണമാണ്, ബിസ്മിക്കുട്ടി അർത്ഥമാണ്. പക്ഷേ അവൻ കൊണ്ടുപോകുന്ന പൈസ ഇവൻ ബാങ്കിൽ നിന്ന് പലിശ കിട്ടിയതിൻ്റെ പൈസയാണ്. പലിശ കിട്ടി ഇന്നലെ പൈസ ബാങ്കിൽ നിന്ന് 5 ലക്ഷം 10 ലക്ഷം കിട്ടിയിട്ട് അതിൻ്റെ പലിശ വന്ന പൈസയാണ്. അതുകൊണ്ടാണ് പോയി വാങ്ങുന്നത്, അതും ഹറാമാണ്, അത് നിഷിദ്ധമാണ് അവിടെ, ആ പലിശയുടെ പണമായതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ മദ്യത്തിൻ്റെ പണിയൊന്നും എടുക്കുന്നില്ല അയാൾ, പക്ഷേ കൂട്ടുകാരൻ എന്താക്കി ദുബൈയിൽ നിന്ന് ഒരു മദ്യക്കുപ്പി കൊടുത്ത്. ഹൈന്ദവനായിരുന്നു കൂട്ടുകാരൻ, ക്രൈസ്തവനായിരുന്നു കൂട്ടുകാരൻ. അപ്പോൾ ഇയാൾ വെച്ച് ഞാനിത് കുടിക്കില്ല, വെറുതെ എന്തിനു വെക്കുന്നു, കൊണ്ടുപോയി വിൽക്കാം, ഇത് നല്ല പൈസ ഉണ്ടാക്കാം. ആ പൈസ ഉണ്ടാക്കി മദ്യം വിറ്റ് ആ പൈസ ഉണ്ടാക്കിയിട്ട് ആ ഒരു വാങ്ങാൻ പോലും ഇതേ അർത്ഥ തന്നെയാണ്, പോത്ത് തന്നെയാണ്, ആട് തന്നെയാണ്, കോഴി തന്നെയാണ്, അർത്ഥതാണ്, ബിസ്മിക്കുട്ടി അർത്ഥമാണ്, ഒക്കെയാണ്. പക്ഷേ യോമ്പയുടെ പൈസ ഇതാ കള്ള് വിറ്റ പൈസയാണ്, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവില്ല സഹോദരങ്ങളെ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, പഠിച്ചു നോക്കുക. ഞാനിപ്പോൾ ജമീനോടൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ അറിയും, പക്ഷേ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഞാൻ വീഡിയോ ദീർഘമായിപ്പോൾ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഹലാൽ കഴിക്കുമ്പോഴും ഹലാലും തയ്യിബുമായത് കഴിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം പെപ്സിയുടെ കോളയുടെ അത് ഹറാമാണെന്ന അർത്ഥത്തിലല്ല പറയുന്നത്, പക്ഷേ ഹലാലും തയ്യിബായത് ഭക്ഷണം കഴിക്കുക, നല്ലത് ശരീരത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുക. എന്താ നല്ലത് കൊടുക്കുമ്പോൾ നല്ലത് പുറത്തേക്ക് വരും, നല്ല നല്ല ഭാഷ. എന്തുകൊണ്ടാണ് ചില ആൾ വർഗീയ മാത്രം പറയുന്നു, ഓ കേൾക്കുന്ന ഫുള്ള് വർഗീയമായിട്ടാണ് ശൈത്താൻ, അതുകൊണ്ട് അവൻ വർഗീയം പറയുന്നു. നല്ല നല്ല കേട്ടാലോ അവൻ നല്ല നല്ല പറയും. അതേപോലെ നല്ല നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ഭക്ഷണം ശരീരത്തിന് കൊടുക്കുക, നല്ല എനർജിക്കായിട്ട് ഉഷാറായിട്ട് നിൽക്കുക. എപ്പോഴും ഇങ്ങനെ തൂങ്ങി പിടിച്ചോളം ഇങ്ങനെ നല്ല നല്ല ഭക്ഷണം, നല്ല ഈത്തപ്പഴങ്ങളും നല്ല നല്ല അണ്ടിപ്പരിപ്പോ ബദാമോ മുന്തിരിയോ പിസ്തയോ നല്ല ചോറോ നല്ല ഭക്ഷണങ്ങൾ, നല്ല നല്ല ഭക്ഷണം കഴിക്കുക. നിഷിദ്ധമായതിപ്പോൾ കള്ള് അല്ലെങ്കിൽ പന്നി അല്ലെങ്കിൽ മറ്റൊന്നും നിഷിദ്ധം എന്തിനാണ് കഴിക്കുന്നു, അത് ശരീരത്തിന് എത്രമാത്രം ദോഷം ചെയ്യുക സയൻറ്റിഫിക്കായിട്ട് പഠിച്ചു നോക്കുക. ഇതൊക്കെ ഇസ്ലാം നിരോധിച്ചതെന്തും നമ്മൾ പരിശോധിക്കുക, ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് ദോഷമാണെന്ന് ശാസ്ത്രം പറയും, അത് ദോഷമാണെന്ന് സയൻസ് പറയും, അതിലൊരു ഗുണം ഉണ്ടാവില്ല. അതുപോലെ നിഷിദ്ധമായിരുന്നു വിട്ടേക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഹലാലായത് ഭക്ഷിക്കുക. അതുപോലെ ഒരു ബിസ്മില്ലയുടെ പ്രാധാന്യം നോക്കൂ, ഇത്രമാത്രം പ്രാധാന്യം. ഒരു ബിസ്മില്ല പറയുന്നത് കൊണ്ടാണ് ഈ അറുത്തത് ഹറാമും ഹലാലുമായി മാറുന്നത്. ബിസ്മില്ലയുടെ പ്രാധാന്യം ഓരോ സ്ഥലത്തും ബിസ്മില്ല പറയാൻ പറഞ്ഞു. ഇപ്പോൾ ബാദലടക്കുമ്പോൾ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം, വിശദമായിപ്പോൾ ഒരുപാട് പഠിക്കാൻ. ബിസ്മില്ല മാത്രം പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് അരമണിക്കൂർ നിന്ന് സംസാരിക്കാൻ മാത്രമുണ്ട്. ബിസ്മില്ലയുടെ പ്രാധാന്യം ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.